പാകിസ്ഥാൻ കാശ്മീർ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭീകരത തുറന്നു കാണിക്കാൻ വേണ്ടി ഇന്ത്യ വിവിധ രാജ്യങ്ങൾക്ക് ദൗത്യസംഘത്തെ അയച്ചിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ തിരിച്ചു വന്ന ശേഷം പല കോണുകളിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യമാണ്, ദൗത്യസംഘം പോയത് കൊണ്ട് എന്ത് നേടി എന്നുള്ളത് സർക്കാർ ഇപ്പം വ്യക്തമാക്കണം എന്നുള്ളത്. അതിന് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ ദൗത്യസംഘം എന്ത് നേടി എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് ഷിബിലി കണ്ടേക്കണ മീഡിയ ഉള്ളിലൊക്കെ ആയിരിക്കും അല്ലെ, ചർച്ച കണ്ടിരുന്നു. അപ്പൊ ആ ചർച്ച തീർച്ചയായിട്ടും അവരുടെ ഏറ്റവും വലിയ ചോദ്യമാണ്. ഷിബിലി, ഈ ദൗത്യസംഘം തിരിച്ചു വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി എന്നറിയും? എത്ര ദിവസം കൂടി അന്നൊരു 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഈ ദൗത്യം എന്തിനു വേണ്ടിയായിരുന്നു അറിയും? ദൗത്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു 7ഓളം വരുന്ന സംഘങ്ങളെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചത്, ആ രാജ്യങ്ങളിൽ ചെന്ന് പിറ്റേ ദിവസം തന്നെ ഈ മീഡിയ വണ്ണിലെ നമ്മുടെ നിഷാദ് റാവുത്തറൊക്കെ ചോദിക്കുന്നത് പോലെ രാവിലെ തന്നെ അവർ എഴുന്നേറ്റ് അവരെല്ലാവരും അഭിപ്രായം മാറും എന്ന് വിചാരിച്ചിട്ടില്ല. വെറും മണ്ടത്തരോടെ അതൊക്കെ. അത് വിട്ടത് ഒരു ലോങ് ടൈമിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നേടിയെടുക്കാൻ വേണ്ടിയാണ്. കാരണം ഒന്നാണ്, അവിടെ ചെന്നിട്ട് അവരുടെ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെയോ അല്ലെങ്കിൽ വിദേശകാര്യ സെക്രട്ടറിയോ വിദേശകാര്യ മന്ത്രിയോ മാത്രമല്ല നമ്മളവിടെ കണ്ടത് അവിടെയുള്ള ബുദ്ധിജീവികളെ, എഴുത്തുകാരെ, ബാക്കിയുള്ള സാധാരണക്കാരേക്കാൾ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെ, ഇൻഫ്ലുവൻസിനെ, ഇത്തരത്തിലുള്ള ആളുകളെ മുഴുവനാണ് കണ്ടത്. അതെന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. കാരണം നമ്മൾ ചെല്ലുന്നു, അവരോടൊരു 15 മിനിറ്റ് സംസാരിക്കുന്നു, അപ്പം തന്നെ അവരെന്ത് ചെയ്യുന്നു, ഒരു സെയിൽ ക്ലോസ് ചെയ്യുന്നു എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇത് അങ്ങനെയുള്ള ഒരു കാര്യമല്ല. കാരണം അവരുടെ രാജ്യത്തിന്റെ ഒരു നിലപാടാണ്. ആ നിലപാടിൽ ഇസ്രായേൽ മാത്രമാണ് ഇന്ത്യക്ക് ഒപ്പം നിന്നത്. ബാക്കി ഒരു രാജ്യങ്ങളും ഒപ്പം നിന്നില്ല. ചൈനയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ, അസർബൈജാനൊക്കെ ആണെങ്കിലും പാകിസ്ഥാനൊപ്പം നിന്നു. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ തുർക്കിയ പാകിസ്ഥാനൊപ്പം നിന്നു. അപ്പൊ ഇത്തരം രാജ്യങ്ങളെയൊക്കെ തന്നെ നമ്മൾ ഒരു സംഭാഷണം ഉണ്ടായി അവിടെ ചെന്ന് സംസാരിച്ച ഉടനെ തന്നെ മാറ്റുമെന്നുള്ളതല്ല. നമ്മൾ യഥാർത്ഥത്തിൽ അവിടുത്തെ ഗവൺമെന്റുകൾ കൂടി ഒരു പ്രഷർ കൊടുക്കുകയാണ്. കാരണം ആ ഗവൺമെന്റിനോട് നമ്മൾ സംസാരിച്ചു. അത്തരം കാര്യങ്ങൾ തന്നെ അവിടുത്തെ ബുദ്ധിജീവികളും അവിടെ അക്കാഡമിക് ആയിട്ടുള്ള സമൂഹവും സാംസ്കാരികമായിട്ടുള്ള ആളുകളും ഇവരെല്ലാവരെയും കണ്ട് സംസാരിക്കുമ്പോൾ അവരുടെ രാജ്യത്ത് തന്നെ ഒരു പൊതുജനാഭിപ്രായം ഉയർന്നു വരികയാണ്. എന്തെന്ന് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അനുകൂലമായി നമ്മൾ നിൽക്കേണ്ടതല്ലേ, കാരണം പാകിസ്ഥാൻ ഒരു ടെറർ സ്റ്റേറ്റ് അല്ലേ എന്ന് പറയുന്ന ഒരു കാര്യം ഉയർന്നു വരികയാണ്. ഐക്യരാഷ്ട്രസഭയിൽ അവർ ഈ ടെററിസം ഇല്ലാതാക്കാനുള്ള ഒരു കമ്മിറ്റിയുടെ പ്രധാന ആളായിട്ട് അല്ലെങ്കിൽ അധ്യക്ഷനായിട്ട് അവർ വരുന്നത് ശരിയാണോ എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായി 2-3 ദിവസം എടുത്ത് ഇവരെ ട്രെയിൻ ചെയ്ത് ഇന്ത്യയുടെ സൈഡും ഇന്ത്യ ഉയർത്തേണ്ട ചോദ്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്താണ് വിട്ടത്. ആ ചോദ്യങ്ങൾ ഇപ്പൊ ശശി തരൂരിനെ പോലെ നന്നായി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന, നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ ചെന്ന് പറഞ്ഞതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ മാറും ഷിബിലി? ശരി, അത് മാറില്ല. കാരണം ഏറ്റവും കുറഞ്ഞ പക്ഷം അവരുടെ രാജ്യത്തിന്റെ ഒരു പോളിസി തീരുമാനിക്കാൻ അവർ തമ്മിലെങ്കിലും ഒരു കൂടിയാലോചന നടത്തണ്ടേ. ഇതൊന്നും മനസ്സിലാക്കാതെ നേരെ രാവിലെ എഴുന്നേറ്റ് മറ്റേ മുഖത്ത് പൗഡറൊക്കെ ഇട്ട് വന്നിട്ട് മറ്റേ നിഷാദ് റാവുത്തറും ദാവീദ് സാഹിബും അല്ലെങ്കിൽ അജിംസും ഒക്കെ കൂടി ഇരുന്നിട്ട് രാവിലെ ഇരുന്ന് പറയാണ് ഇത് പരാജയപ്പെട്ടു, ഇത് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഗവൺമെന്റ് പറയണം ജയിച്ചോ തോറ്റോ ഇല്ലേ എന്ന് പറയണം. ഇതെന്ത് ജയിച്ചിട്ടോ തോറ്റോ ഇല്ലെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രോസസ്സ് കൂടിയാണ്. അതായത് രാവിലെ എഴുന്നേറ്റ് ജയിച്ചോ തോറ്റോ എന്ന് പറയാൻ അവിടെ പോയിട്ട് കബഡി കളിച്ചിട്ട് വന്നതല്ല. ഈ പൊട്ടത്തരമൊക്കെ ആരോട് പറയാനാണ്? എൻ്റെ ഏറ്റവും വലിയ സങ്കടം, ഞാനിത് സംസാരിക്കണം എന്ന് പോലും വിചാരിച്ചതിന്റെ കാര്യം ഷിബിലി, ഇതിന്റെയൊക്കെ പുറകെ താഴെ കമന്റ് വരികയാണ്. ശരിയാണ്, മോദി അവിടെ പരാജയപ്പെട്ടു. അല്ല സാർ, അവർ ഉന്നയിക്കുന്ന ഇത്രയും വർഷം മോദി വിദേശ സന്ദർശനം നടത്തിയിട്ട് ഇന്ത്യക്ക് അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ള ചോദ്യം അതൊരു ഫാക്റ്റാണ്. ഇപ്പൊ മോദി ഇത്രയും നാളും നിരവധി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും ട്രംപ് മൈ ഫ്രണ്ട് എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോലും അമേരിക്ക പോലും നമ്മുടെ ഒപ്പം നിന്നില്ലല്ലോ. അല്ലെങ്കിൽ അമേരിക്ക ഒരു മധ്യസ്ഥനായി ഞങ്ങൾ രാത്രി മുഴുവൻ അടക്കമുള്ള ചെയ്ത് ചർച്ച ചെയ്യാണെന്നുള്ള ട്വീറ്റ് ഉണ്ടായല്ലോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ചോദ്യമായി ചോദിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഷിബിലി അറിയേണ്ടത് ആ ചോദ്യമല്ലല്ലോ ഷിബിലി. ഈ ചോദ്യം, ആ ചോദ്യം ആ ചോദ്യത്തിന് സമ്മതിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ റിലേറ്റീവ് ആണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളും തീരുമാനമെടുക്കുന്നത് അവർക്കുണ്ടാകാവുന്ന അല്ലെങ്കിൽ അവരുടെ ജനതയുടെ കൂടി താല്പര്യവും ഒപ്പീനിയനും ഒക്കെ അനുസരിച്ച് ആയിരിക്കും. അല്ലെങ്കിൽ അവരുടെ പല സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും അവർ തീരുമാനം എടുക്കുക. അപ്പൊ അതിൽ പിന്നെ ഗ്ലോബൽ ഒരു ജിയോ പൊളിറ്റിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൈന ആരുടെ ഭാഗത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ അമേരിക്ക ആരുടെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളതിനൊക്കെ അനുസരിച്ച് കൂടിയായിരിക്കും മറ്റു രാജ്യങ്ങളൊക്കെ തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു കീഴിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിന്നൊക്കെ പല ബെനിഫിറ്റ്സും പറ്റുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ഉക്രൈനും റഷ്യയും തമ്മിൽ നമ്മൾ പ്രശ്നമുണ്ടായപ്പോഴും നമ്മൾ ഒരു രാജ്യത്തിന്റെ മാത്രം സൈഡിൽ നിന്നില്ല. കാരണം നമുക്കറിയാം ഉക്രൈനാണ് ശരിയെന്ന്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? നമ്മൾ റഷ്യയിൽ നിന്ന് പലപ്പോഴും കുറഞ്ഞ വിലക്ക് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ പല ഇക്കണോമിക് ആയിട്ടുള്ള പല ആക്ടിവിറ്റികളും ഉണ്ട് സാമ്പത്തിക രംഗത്ത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒറ്റടിക്ക് തീരുമാനം എടുക്കാൻ
പറ്റണമെന്നില്ല. അപ്പൊ അതെല്ലാം ഇതിന്റെ ഒരു കൾമിനേഷനാണ്. അല്ലാതെ രാവിലെ മോദി നിങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങളിൽ വലിയ തോതിൽ ഒരു നയതന്ത്ര ബന്ധമുണ്ടാക്കിയിരുന്നു, അതുകൊണ്ട് ഈ യുദ്ധമുണ്ടായപ്പോൾ എല്ലാ രാജ്യങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്നുള്ളത്. അതാണ് ഞാൻ ഷിബിലിയോട് പറഞ്ഞത്. അങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്ന് പറയുകയും വേണമെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട് മേടിക്കാനായിട്ട് ഞങ്ങളുടെ എം പിമാരെ വേണ്ടി വന്നു എന്നുള്ളത് കോൺഗ്രസിന് ക്ലെയിം ചെയ്യുകയും ചെയ്യായിരുന്നു. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താണ്. തരൂരിന്റെ കാര്യത്തിലും ജോൺ ബിട്ടാസിന്റെ കാര്യത്തിലും ഒക്കെ CPM-നൊക്കെ അങ്ങനെ ക്ലെയിം ചെയ്യാമായിരുന്നു. അത് ചെയ്യുന്നതിന് പകരം ഈ പറയുന്ന നമ്മൾ ഒരു കാര്യം കൂടി എക്സ്ട്രാ പറയുമ്പോഴുള്ള കുഴപ്പം എന്താ? മറ്റേ ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ലാതോ? അതാണ് ഇതിന്റെ കുഴപ്പം. ഇതുമായി ബന്ധപ്പെട്ട് അതുപോലെ ഉയർന്ന ക്വസ്റ്റ്യൻ ആണ്. സർക്കാർ പലപ്പോഴും വിദേശ നയം രൂപീകരിക്കാൻ സർക്കാരിന്റെ ആഭ്യന്തര ഇന്ത്യയിലുള്ള രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പും കൂടി മനസ്സിൽ കാണുന്നുണ്ടോ എന്നുള്ളത്. എല്ലാ രാജ്യങ്ങളും മറ്റൊരു വിദേശ നയം രൂപീകരിക്കുകയോ അവിടെ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ രാജ്യത്തിനകത്തുള്ള സാമ്പത്തിക സ്ഥിതിയും ഇക്കണോമിക്കൽ ഡിപ്പെൻഡബിലിറ്റിയും എല്ലാ കാര്യങ്ങളും പരീക്ഷിക്കും. അതിനേക്കാൾ ഉപരിയായി ഷിബിലി പറഞ്ഞ പോലെ അവരുടെ രാജ്യത്തിനകത്തെ പൊളിറ്റിക്സും ആ പൊളിറ്റിക്സ് എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും. ഇതൊന്നും ഇപ്പൊ ഇക്കാലത്ത് സംഭവിച്ചതല്ല. ഇപ്പൊ ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോഴും അതിനു മുമ്പൊക്കെ ഇവിടെ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനുകൂലമാക്കാനുള്ള ശ്രമങ്ങൾ ഭരിക്കുന്ന ആളുകൾ നടത്താറുണ്ട്. അതൊക്കെ സ്വാഭാവികമായ, അതൊക്കെ നമ്മളിപ്പോ അതിനെയൊക്കെ നമുക്ക് വിമർശിക്കാം ഷിബിലി, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു 7-അംഗ ദൗത്യ സംഘം പോയിട്ട് തിരിച്ചു വന്ന് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചോദിക്കുകയാണ്, ഓക്കെ പോയിട്ട് ഇപ്പൊ എന്തുണ്ടായി പെട്ടെന്ന് പറ, കണ്ട് നിങ്ങൾ ജയിച്ചില്ല എന്ന് ചോദിക്കാൻ ഇതെന്താ പോലെ മറ്റേ ഒളിമ്പിക്സ് മത്സരത്തിന് അയച്ചാടാ? നിങ്ങളെ ഇപ്പൊ അമ്പെയ്ത്ത് മത്സരത്തിന് അയച്ചു, ഷൂട്ടിങ്ങിന് അയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ ജാവലിൻ ത്രോക്ക് മറ്റേ പുള്ളി പോയിട്ട് സ്വർണം മേടിച്ചിട്ടതുപോലെ പോയി, ഓക്കെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവരെല്ലാവരും കൂടി വന്നിരുന്ന അഭിപ്രായം മാറ്റുമോ? ഇത് ബിലാവൽ ഭൂട്ടോയുടെ സംഘവും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു എഫേർട്ടാണ്, നമ്മുടെ ഒരു എഫേർട്ടാണ്. ആ എഫേർട്ട് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഷിബിൽ. അല്ലാതെ ഇതുപോലെയുള്ള പോഴത്തരം വന്ന് മോദിയോട് എനിക്ക് വിരോധമുണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യരുത്. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പൊ പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് പിണറായി വിജയൻ ഒരു ഭീരുവാണെന്നൊക്കെ. നമ്മളെങ്ങനെയാണ് അയാൾ ഭീരുവാണെന്ന് പറയുന്നത്? നിങ്ങൾക്ക് പിണറായി വിജയൻ ഇഷ്ടമല്ലെങ്കിൽ, ഒരു തവണ കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് പിണറായി ഭീരുവാണ്, അദ്ദേഹത്തിന് അത് പറയാം. എന്താ കാര്യം വെച്ചാൽ ഒരുമിച്ച് കൂടെ പഠിച്ചതാണ്. ഇനി വല്ല പടക്കം പൊട്ടിയപ്പോൾ പിണറായി ഓടിക്കളഞ്ഞു എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. പക്ഷെ ഇപ്പൊ സാധാരണ ഇപ്പൊ ഞാനിരുന്ന് പറയാണ് പിണറായി ഭീരുവാണെന്ന് പറയാൻ. പിണറായി എടുക്കുന്ന നിലപാടുകൾ ശരിയല്ല, പിണറായിയുടെ ഭരണം ശരിയല്ല എന്നൊക്കെ എനിക്ക് പറയാം. അല്ലാതെ അയാളുടെ ഭീരുത്വം ഒരിക്കലും നമ്മൾ കേരളം കണ്ടിട്ടില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങളൊരു അയഥാർത്ഥമായിട്ടുള്ള കാര്യം പറഞ്ഞ ഒരാൾ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി മനസ്സിലായോ? ജോൺ ബിട്ടാസിന് മലയാളവും അറിയില്ല ഇംഗ്ലീഷും അറിയില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾ അയാളെ വിമർശിക്കൂ. ആ വിമർശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമല്ലോ, അതിലൊരു സത്യസന്ധത കാണിക്കണം. അല്ലാതെ വെറുതെ രാവിലെ എഴുന്നേറ്റ് വിമർശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചുവന്ന ഷൂവും എൻ്റെ പാൻറ്റും ഇട്ട് വന്നിരുന്നിട്ട് നേരെ മുഖത്ത് കുറെ പൗഡർ ഇട്ട് വന്നിരുന്നത് സുന്ദരമായ ക്യാമറ ഉണ്ടെന്ന് വെച്ച് വായി തോന്നി എന്തെങ്കിലും പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ അന്ധമായി വിശ്വസിക്കാൻ ആളുകളുണ്ട് എന്നുള്ളതാണ് എന്നെ ഭയപ്പെടുന്ന ഒരു കാര്യം.